ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും വളരെ കുറച്ച് ബീഫ് വെച്ചിട്ടാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഒരു 4-5 പേർക്കൊക്കെ കഴിക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ബീഫ് വെച്ച്, അതായത് 1/2 കിലോ ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡിയാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇറച്ചിച്ചോറ് റെഡിയാക്കാനായിട്ട് ഇവിടെ 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് എല്ലും അതുപോലെ തന്നെ നെയ്യും ഒക്കെ ഉള്ള ബീഫായിരിക്കും നല്ലത്. ഇനി നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം പയ്യെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാളയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയായിരുന്നു. അതുപോലെ തന്നെ 15 ചുമന്നുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇറച്ചിച്ചോറിന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിക്ക് പോലെ നമ്മൾ ഒരുപാട് വഴറ്റൊന്നും വേണ്ട. ജസ്റ്റ് അതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കാം. സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും എല്ലാം ഒന്ന് ആ ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാടങ്ങ് വഴറ്റുമൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് അത് മാറ്റം വരുത്തുക. ഇപ്പോൾ ചുവന്ന മുളക് പൊടിയല്ല, ഇനി എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ആണെങ്കിലും അങ്ങ് വഴറ്റുമൊന്നും വേണ്ട. ജസ്റ്റ് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് നമുക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തൈര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലൊരു കാര്യം ഞാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. മസാലപ്പൊടിയാണ്. ഒരു 1.5 ടീസ്പൂണോളം മസാലപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല. ഇത് നമുക്ക് നല്ലൊരു സ്റ്റോക്ക് കിട്ടാൻ, റൈസ് വേവിക്കാനായിട്ട് നല്ലൊരു സ്റ്റോക്ക് വേണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 3-4 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. എല്ലൊക്കെ ഉള്ളത് കാരണം ഒരു 3-4 വിസിൽ വരെയും ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ ബീഫിനും വേവ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നാട്ടിലെ ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം കൂടെ വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വേവിക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് 1 കപ്പോളം ഞാൻ സ്റ്റോക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ. പിന്നെ ഇതിനകത്തായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ റൈസ് വേവിച്ചെടുക്കുകയായിരിക്കും ടേസ്റ്റ്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മുഴുവനെയുള്ള മസാല, ഞാനിപ്പോൾ 2 ഏലക്കയും 2 ഗ്രാമ്പൂവും പിന്നെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് പയ്യെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നിൽക്കും. പിന്നെ ഞാനിതിലേക്ക് ഒരു 3.5 കപ്പ് അരിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെള്ളം വാർന്നതാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ആ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം 3.5 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1-1.25 കപ്പ് ഞാൻ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. അതായത് സ്റ്റോക്കും പിന്നെ അത് ബാക്കി വെള്ളവും കൂടി ആയിട്ട് ചേർത്ത് കൊടുക്കുക അരി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ അരി ഒരു 1/4 വേവായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് നന്നായിട്ട് റൈസും അതുപോലെ തന്നെ ബീഫും കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരി ഇട്ടപടി തന്നെ ബീഫ് ചേർക്കരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ബീഫിനൊരു ടേസ്റ്റ് ഇല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 വേവായി കഴിയുമ്പോൾ നമുക്ക് ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചിച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. നമ്മുടെ ബിരിയാണിയൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. എന്നാൽ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും നല്ല പണിയൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വിളമ്പുന്ന ഒരു റൈത്തയും അതുപോലെ തന്നെ ഒരു സവാളയുടെയൊക്കെ ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്